യോഗയിലൂടെ പ്രമേഹത്തെ വരുതിയിലാക്കാം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് പൊതുവിൽ പ്രമേഹം എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത്. പാൻക്രിയാസിന്റെ പ്രവർത്തനക്ഷമത 50% താഴുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. ഈ അവസ്ഥയാണ് പ്രമേഹമായി പരിവർത്തനപ്പെടുന്നത്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും രക്തത്തിലെ പഞ്ചസാരയുടെ തോതിനെ വരുതിയിലാക്കി പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്. പ്രമേഹ രോഗികളിൽ പുറമേ നിന്ന് നൽകുന്ന ഇൻസുലിന്റെ പാർശ്വഫലങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ടുതന്നെ മരുന്നുകളുടെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നത് സഹായിക്കുന്ന ജീവിതചര്യകളെ അനുവർത്തിക്കുന്നതാണ് ഏറെ ഉത്തമം. അവിടെയാണ് യോഗയുടെ പ്രാധാന്യം. മരുന്നില്ലാതെ തന്നെ വിവിധ യോഗാസനങ്ങളിലൂടെ പ്രമേഹം ഭേദമായ ഒട്ടേറെ അനുഭവങ്ങൾ മിക്കവർക്കുമുണ്ടാകും. യോഗ തെറാപ്പിയിലൂടെയും ഭക്ഷണം ക്രമീകരിച്ചും പ്രമേഹത്തെ തികച്ചും വരുതിയിലാക്കാമെന്ന് യോഗാചാര്യന്മാരും ഉറപ്പിച്ചു പറയുന്നു. കപാലഭാതി, ഭുജംഗാസനം, ധനുരാസനം, ശലഭാസനം, അർദ്ധമത്സ്യാന്തരാസനം, നാഡീശോധന, പ്രാണായാമം, ജാനുശിരാസനം തുടങ്ങിയവയാണ് പ്രമേഹത്തിന് പരിഹാരമായി നിർദ്ദേശിക്കാവുന്ന യോഗാസനങ്ങൾ. യോഗ പരിശീലകന്റെ ശിക്ഷണത്തിൽ അഭ്യസിക്കുകയാണ് അഭികാമ്യം.